തെള്ളിയൂർ മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളി തിരുനാളും പ്ലാറ്റിനം ജൂബിലി സമാപനത്തോടും അനുബന്ധിച്ച് നടന്ന ഭക്തസംഘടന വാർഷികത്തിൽ ഐസക് പാറപ്പള്ളി അച്ഛൻ 75 വർഷം നിങ്ങൾ പൂർത്തിയാക്കുകയാണ്. തെള്ളിയൂർ ഇടവക എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ള, എന്നാൽ അതിനേക്കാൾ ഏറെ മഹത്തായ ശുശ്രൂഷകളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഇടവകയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തെള്ളിയൂര് എനിക്ക് അനേക വർഷങ്ങൾ ഞാൻ 79 സെമിനാരിയിൽ വന്നതാണ്. ആ കാലഘട്ടത്തിൽ സെമിനാരിയിൽ നിന്ന് ഇവിടെ ഈ ഇടവകയിൽ നിന്ന് സെമിനാരിയിൽ ജോസഫിന്റെ അമ്മ എവിടെയുണ്ട്, ഒത്തിരിയേറെ അച്ഛന്മാര് ഈ ഇടവയിൽ നിന്നുണ്ടായിരുന്നുകൊണ്ട് തെള്ളിയൂർ ഇടവകയെ പറ്റി അക്കാലം മുതൽ 79 എന്ന് പറയുമ്പോൾ 45 വർഷമായിട്ട് ഈ ഇടവകയെ നന്നായി അറിയാം. അനേക പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇടവകയുടെ അത്യാവശ്യ ചരിത്രവും പാരമ്പര്യവും ഒക്കെ എനിക്കറിയാം. അപ്പൊ സജീവമായി പോകുന്ന ഒരു ഇടവക, അതിനേക്കാളേറെ ദൈവം നമുക്ക് മനോഹരമായ ഒരു ദേവാലയം നൽകി, വളരെ നല്ല ആംബിയൻസ് അതിനോട് ചേർന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്കായി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്ലാറ്റിനം ജൂബിലിയുടെ അവസരത്തിൽ നിങ്ങൾക്ക് കുറെ കൂടി ഉത്തരവാദിത്വമുണ്ട്. വീണ്ടും നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും സജീവമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ഇടവകയായി എല്ലാ അനുകൂലങ്ങളും ഇപ്പൊ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വവും കൂടുതലുണ്ട് എന്ന് പ്രത്യേകമായിട്ടും ഓർക്കുക. ബഹുമാനപ്പെട്ട ജോസഫൻ ഇവിടെ വികാരിയായിട്ട് നമ്മുടെ ടീച്ചർ സൂചിപ്പിച്ചു, വളരെ സജീവമായി അച്ഛനച്ഛന്റെ പ്രവർത്തനങ്ങളെ ഇടവകയെ സ്നേഹിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാ സംഘടനകളെയും പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ രൂപീകരണത്തിനൊക്കെ അച്ഛൻ കൊടുക്കുന്ന നേതൃത്വത്തെ പറ്റി താല്പര്യത്തെ പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അച്ഛൻ സൂചിപ്പിച്ചു ഒരു ഇടവക എങ്ങനെയുള്ള ഇടവകയാണ് എന്ന് തിരിച്ചറിയുന്ന ഇടവകയിലെ ഭക്തസംഘടനകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. തന്റെ സ്കൂൾ മാത്രമല്ല MCIM, MCCL, MCMF, അതുപോലെ തന്നെ പ്രാർത്ഥനാ കൂട്ടായ്മകള്, MCYM, അതുപോലെ തന്നെ മറ്റ് മേരി ഇതേപോലെയുള്ള വിവിധ സംഘടനകളുണ്ടല്ലോ ഒരു ഇടവകയ്ക്ക്. ആ ഇടവകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ഇടവകയുടെ വലിയ ആധ്യാത്മികത. ബഹുമാനപ്പെട്ട വികാരിച്ചമാർ എത്ര മിടുക്കന്മാരാണെങ്കിലും സംഘടനകൾ നിർജീവമാണെങ്കിൽ, സാധാരണഗതിയിൽ അച്ഛന്മാര് വലിയ നേതൃത്വം കൊടുക്കുമ്പോൾ സംഘടനകൾ അത്ര നിർജീവമാകാറില്ല. എന്നിരുന്നാൽ പോലും ചില ഇടവുകളൊക്കെ നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതാത് വിഭാഗങ്ങൾക്ക് സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇടവകയെ ചലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഓർക്കണം. MCCയിലാണെങ്കിലും MCYM ആണെങ്കിലും MCMF ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും ലീജൻ ഓഫ് മേരി ആണെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മകളാണെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർക്കണം, അതാത് കാലങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ദൈവം ഇക്കാലത്ത് അതിന് നേതൃത്വം നൽകുവാൻ നമ്മളെ അല്ലാതെ വേറെ ഏൽപ്പിച്ചിട്ടില്ല. ഒരു ചുരുങ്ങിയ കാലങ്ങളായിരിക്കാം ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ആ കാലങ്ങളിൽ ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളത് ദൈവം ഈ സഭ ഈ ഇടവക നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാൻ വേറെ അയൽപക്കത്തും ആരെങ്കിലും വരുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല, വരില്ല. അതാണ് സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മളെയാണ് നിയോഗിച്ചിരിക്കുന്നത് നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ നാളുകളായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ കഴിവും നേതൃത്വം പരിഗണിച്ച് ദീർഘകാലം ശുശ്രൂഷ ചെയ്യുന്നതിലൂടെയൊക്കെ സംഘടനയ്ക്ക് വലിയ നേതൃത്വവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം. എന്തായിരുന്നാലും ഈ ഇടവകയുടെ ആത്മീയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതാണ് നമ്മുടെ ആത്മീയ സംഘടനകൾ എന്ന് അതിൽ പ്രവർത്തിക്കുന്നവരും നേതൃത്വം കൊടുക്കുന്നവരും കൃത്യമായിട്ട് ഓർക്കും. ഇപ്പൊ നമ്മുടെ ജോസഫിന്റെ വലിയ നേതൃത്വം നമുക്കുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ സൂചിപ്പിച്ചു, ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയ പിതാവായിരുന്നു ഞങ്ങളുടെ വികാരിയായി 7 വർഷം ഇരുന്നതൊക്കെ പറഞ്ഞു. അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്ന വിചാരിച്ചെങ്കിലും നീട്ടി പോയതാണ്. അവിടെ അടുത്ത വർഷം അങ്ങനല്ല, അച്ഛൻ അവിടെ വലിയ ഒരു ശുശ്രൂഷ, ഇവിടെ ഒരു ദേവാലയം പണിതുപോലെ തന്നെ അവിടെ ഒരു ദേവാലയം പൂർത്തീകരിച്ചിട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി അവിടുന്ന് അച്ഛൻ മാറി എന്നുള്ളതാണ്. ഞങ്ങളുടെ എല്ലാവർക്കും ഇപ്പോഴും അച്ഛനോട് വലിയ സ്നേഹമാണ്. കാരണം അദ്ദേഹം ജനമനസ്സുകളിൽ ഇടവാങ്ങളിൽ ചെലുത്തിയ ഒരു വലിയ സ്വാധീനം, അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ച ഒരു വലിയ സ്നേഹബന്ധം, അത് ഇന്നും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും
നിങ്ങളും അതിനിപ്പോഴേ പങ്കുചേരുന്നു എന്നുള്ളത് നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സംഘടനകൾ സജീവമാകുവാൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് നേതൃത്വത്തിരിക്കുന്നവരുടെ മനസ്സാണ്, അതിനൊരു താല്പര്യമാണ്. എങ്ങനെയെങ്കിലും ഒരു കാലഘട്ടം ആ നേതൃനിരയിലുള്ള ആ കാലഘട്ടം പൂർത്തിയാക്കുക എന്നുള്ളത് അച്ഛനതിനെ പറ്റി സൂചിപ്പിച്ചു. അത് വിശ്വാസ പരിശീലനം സൺഡേ സ്കൂളിനെ ആണെങ്കിലും സൺഡേ സ്കൂൾ പഠിക്കുന്നു, സമ്മാനം കൊടുക്കുന്നു എന്നത് തീരുന്നില്ല. നിങ്ങൾ മാതാപിതാക്കന്മാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ അവർ ഇവിടെ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ അവർക്ക് നന്നായി ജീവിക്കാനുള്ള പരിശീലനം. ഇത് സാധാരണ ഒരു റൊട്ടീൻ യാന്ത്രികമായി ഞായറാഴ്ച നടക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ വിചാരിക്കരുത്. അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ്? എന്റെ കുഞ്ഞിന്റെ നന്മ, ആ നന്മയുടെ വഴിയിലൂടെ അവനെ നടക്കാൻ സഹായിക്കുന്ന ഒരു ബൗദ്ധിക വിശ്വാസ ആത്മീയ പരിശീലനമാണ് നമ്മുടെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. സൺഡേ സ്കൂൾ അധ്യാപകരെന്ന് നിയോഗിക്കും, ടീച്ചർ പറയുന്നുണ്ട്, പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ അതെ, പാട്ടൊക്കെ പാടാൻ റെഡിയാക്കുക. സൺഡേ സ്കൂൾ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക. സൺഡേ സ്കൂൾ അധ്യാപകരുടെ ചുമതല എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്ന ഒരു ക്ലാസ്സിലെ പാഠപുസ്തകം കൊണ്ടുവന്ന് പാഠപുസ്തകം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല. അത് ആവശ്യം, പഠിപ്പിക്കണം, പോർഷൻ തീർക്കണം, പഠിപ്പിക്കണം. മറിച്ച് ആ പുസ്തകം പഠിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ ഏറെ ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്ന ഒരു ജീവിത സാക്ഷ്യം നമ്മുടെ അധ്യാപകർ